നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പോർട്ട് ഓഫ് കോക്കിലാണ്. അതായത് ഇതിൻ്റെ ഈ ഒരു പോർട്ടിൻ്റെ വേറൊരു പേരാണ് കോബ് എന്നുകൂടെ. പക്ഷേ ക്യൂൻസ് ടൗൺ എന്നാണ് ഇതിൻ്റെ ഒരു പഴയ പേര്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും പോർട്ട് ഓഫ് കോബ് എന്തുകൊണ്ടാണ് ഇത്രയും വളരെ പ്രാധാന്യം എന്നുള്ളത്. അത് ടൈറ്റാനിക് ഷിപ്പ് അതിൻ്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് ഇവിടെ. അതായത് അയർലൻഡിലാണ് കോബ് ഈ ഒരു സ്ഥലം. പിന്നെ അതുകൂടാതെ തന്നെ ടൈറ്റാനിക് ഷിപ്പ് US പോകുമ്പോഴാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. ഐസ്ബർഗിൽ തട്ടി ആ ഒരു ഷിപ്പ് ക്രാഷ് ആവാനുള്ളൊരു ഇടയുണ്ടായത് അന്നാണ്. 123 എമിഗ്രൻസ് ആണ് അന്നുണ്ടായിരുന്നത് ഇവിടുന്ന് ഈ ഒരു പോർട്ടിന് എംബാർക്ക് ചെയ്തത്. മനസ്സിലുണ്ടോ? പക്ഷെ അന്നത് അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഒരുപാട് ഹിസ്റ്ററി ഇവിടെ ഉറങ്ങിക്കിടക്കേണ്ട ഈ ഒരു സ്ഥലത്ത്. US പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവണതല്ല. മൊത്തം 2000 സംതിങ് പീപ്പിളാണ് ആ ഒരു ഷിപ്പിലുണ്ടായിരുന്നത് അന്ന്. അതിൽ 800 സംതിങ്ങോളം ക്രൂ ആയിരുന്നു. പിന്നെ അതുകൂടാതെ 1300 സംതിങ് ഗസ്റ്റും. പക്ഷേ അതന്ന് ഇവിടുന്ന് 123 പേരാണ് ഈ ഒരു അയർലൻഡിൽ നിന്ന് ഈ ഒരു സ്ഥലത്ത് നിന്ന് കോബിന്ന് അന്ന് എംബാർക്ക് ചെയ്തത്. പിന്നെ അപ്പുറത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു ലോക്കൽ മെട്രോ സെറ്റപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അവിടെ ഇതാണ് കേട്ടോ മറ്റേ കോബ് ഹെറിറ്റേജ് സെൻ്റർ. ടൈറ്റാനിക്കിൻ്റെ ചരിത്രം മുദ്ര പതിപ്പിച്ചിട്ടുള്ളൊരു സ്ഥലം കൂടെയുണ്ടോ ഇത്. കോബ് ഹെറിറ്റേജ് സെൻ്റർ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ചരിത്രത്തിൽ. പിന്നെ ക്യൂൻസ് ടൗൺ എന്നുള്ളത് പഴയ പേര് കൂടെ തന്നെയാണ്. ഈ സെൻ്ററിനുള്ളിൽ റെസ്റ്റോറൻറ്റ്സും കഫേസും അതുപോലെ സോനിയർ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ബോർഡ് കണ്ടോ, പണ്ടത്തെ ടൈറ്റാനിക് ഷിപ്പുകളിലെ എൻട്രിക്കുള്ള ടിക്കറ്റാണിത്. എത്രത്തോളമാണ് അവർ ആ ചരിത്രത്തോടെ കാത്ത് സൂക്ഷിച്ചിരിക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി കാണണം. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തില്ലേ, ഈ പോർട്ടിൻ്റെ സൈഡ് തന്നെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അന്നേമോറി. അതായത് അന്നത്തെ ആ കാലഘട്ടത്ത് ടൈറ്റാനിക് ഷിപ്പ് US പുറപ്പെടുന്ന സമയത്ത് അമേരിക്കയിലേക്ക് ഈ ഷിപ്പ് യാത്ര തിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഐറിഷ് പീപ്പിളിൻ്റെ, അതായത് ആദ്യത്തെ ഇമിഗ്രൻ്റ് ആണ് അന്ന് ഓപ്പൺ ചെയ്ത ഇമിഗ്രൻ്റ് സർവീസിൽ ആദ്യത്തെ ഐറിഷ് പീപ്പിളിലെ ഒരു സ്ത്രീയാണ് അന്നേമോറി. അവരാണ് ആദ്യത്തെ യാത്ര ചെയ്യുക. അവരെ 2 കുട്ടികളെയും കൊണ്ടാണ് അവരൊന്ന് യാത്ര തിരിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അവരുടെ ഹിസ്റ്ററി എല്ലാം വളരെ നോട്ടഡാണ്. നമ്മൾ ടൈറ്റാനിക് ഷിപ്പിൻ്റെ ആ ഹിസ്റ്ററിയിൽ. അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അന്നേമോറി സ്റ്റാച്യുവും പിന്നെ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള പ്രത്യേകതകളും എല്ലാം അതിൽ ക്ലിയറായിട്ട് തന്നെ വളരെയധികം നോട്ട് ചെയ്തിട്ടുണ്ട് അവർ. ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് അവരുടെ മക്കളല്ല, അതായത് 2 സഹോദരങ്ങൾ, 2 അനിയന്മാരെ കൊണ്ടാണ് അവർ യാത്ര തിരിക്കാൻ വന്ന് ഇറങ്ങിയത് ആ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ ആ ഹിസ്റ്ററി വായിച്ച് നോക്കിയാണ് മനസ്സിലായി, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബ്രദേഴ്സാന്നുള്ളത്. അതായത് ഇവിടെ ഹിസ്റ്ററി വരെ അവർ ഇതുണ്ടോ, ദ ഇമിഗ്രന്റ് റിസീവിംഗ് ഫെസിലിറ്റി അറ്റ് എല്ലീസ് ഐലൻഡ്. Ellis Island, New York is now one of America's most favored locations. ഈ ഹിസ്റ്ററിയിൽ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ എമിഗ്രൻ്റ് ആണ് പുള്ളിക്കാരി. അന്ന് US പുറപ്പെടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത ഇമിഗ്രൻ്റ് സർവീസിൽ ആദ്യത്തെ ഇമിഗ്രൻ്റ് ആയിട്ടാണ് അവർ അറിയപ്പെടുന്നത്. Bid you a hard cold goodnight, baby. Hang on to your ticket, you're doing alright. And if you don't trust it, hold it up to the light. ഇതിൻ്റെ പുറത്ത് തന്നെയുണ്ടോ കോബ് മ്യൂസിയം. പക്ഷെ എനിക്ക് വലുതായിട്ട് അങ്ങനെ ഉള്ളിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്കെന്തായാലും അങ്ങോട്ട് പോകും. അവിടെ ഒരു ചർച്ചുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കും. പിന്നെ ഇവിടെ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടേക്കൊന്ന് പോയി നോക്കാം. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഈ ഒരു ദിവസം. കാരണം ഈ ഒരു പോർട്ടിലെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് അത്രയേറെ കണ്ടന്റുകളുണ്ട്. പിന്നെ നാട്ടിലൊക്കെ നമുക്ക് പലരുടെയും അറിവുകളിലേക്ക് നമുക്ക് ഓരോ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും. ഈ ഷിപ്പിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയും ഈ പോർട്ടിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വിഷ്വൽസ് എല്ലാം കാണിച്ചു തന്ന് ഞാൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ ശ്രമിക്കുക. അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടെ ഒരു ചർച്ച് ഉണ്ട്, അവിടേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സെൻറ്റ് കോളമൻസ് ചർച്ച്, അതെ സെൻറ്റ് കോളമൻസ് കത്തീഡ്രൽ എന്നാണ് ആ ചർച്ചിൻ്റെ പേര്.
പഴയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു ഇവിടെ. അത്രയും വർഷങ്ങളോളം പഴക്കമുള്ളൊരു പുറകെ കണ്ടതാണ്. ഞാൻ മാക്സിമം അവിടെയുള്ള വഴിയേറിയുള്ള വിഷ്വൽസ് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യണതായിരിക്കും. എന്തായാലും അതെല്ലാം കാണിച്ചത്. Wasn't scared to see you, always knew it in my bones that something here was bound to take me home. You said you don't know me well, but I'm your angel in white. I'll be close if you come, I'll be just behind you. You're not ചർച്ചിൻ്റെ സൈഡുണ്ട് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളുണ്ട്, ചെറിയ ചെറിയ ഷോപ്പുകൾ. പിന്നെ ഇവിടെയുള്ള ചെറിയ ബിൽഡിങ്സൊക്കെ കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട്. പെയിൻറ്റിങ് ഉണ്ടോ, നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ പഴയ ബിൽഡിങ്ങുകളുണ്ട്, പക്ഷെ എല്ലാം വളരെ എന്താ പറയുക നല്ല രീതിയിൽ പഴക്കം ചെന്നിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. എന്നിട്ട് ചെറിയ ചെറിയ ബോട്ടുകളും കാര്യങ്ങളും, അത്യാവശ്യം ഇവിടെ റിലാക്സ് ചെയ്യാനുള്ളൊരു സ്പേസ് കൂടെയാണ് ഈ സൈഡൊക്കെ. ഈ ചർച്ചിലേക്ക് കൂടുതൽ ആളുകൾ വരും, അതുകൊണ്ടാണ് സത്യം പറഞ്ഞ് ഇവർ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാണുന്നതൊക്കെ വീടുകളാണ് കേട്ടോ. വളരെ കുറച്ചധികം ആളുകൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. വളരെ സൈലൻ്റാണ് ഈ ഒരു സ്ഥലമൊക്കെ. കൂടുതലും താമസക്കാർ തന്നെയാണ്, ലോക്കൽസ് തന്നെയാണ് ഇവിടെ. പിന്നെ ടൂറിസ്റ്റുകൾ വരുന്നത് ആകെ ഈ ഒരു അട്രാക്ഷൻ ബേസ് ചെയ്തുകൊണ്ടാണ്. ഈ ടൈറ്റാനിക് ഷിപ്പ് ആ ഒരു ഇൻസിഡൻറ്റും അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പലരും ഇവിടെ വരുന്നത് സത്യം പറഞ്ഞാൽ. ഓഫീസുണ്ടോ, ദ ഓൾഡ് പോസ്റ്റ് ഓഫീസ് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പോസ്റ്റ് ഓഫീസ് തന്നെ ആവാനായിരിക്കും സാധ്യത. എൻ്റെ ഈ സൈഡ് ഞാൻ ജസ്റ്റ് ആ ടൈറ്റാനിക് ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്ടോ. അതുകൂടാതെ എൻ്റെ ഈ സൈഡ് കാണുന്ന വീടുകളൊക്കെ നോക്കി ഒരേ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കണം. പിന്നെ നാട്ടിലൊക്കെ പലരും അത് പിന്നെ ആഗ്രഹങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളാണ്. പക്ഷേ ഇവിടെ ഒരു സ്വപ്നവും ഇല്ലാതെയാണ് ഇവർ ജീവിക്കണമെന്ന് ഞാൻ ആലോചിക്കണം. കാരണം ഒരേ ശൈലിയിൽ തന്നെയാണ് എല്ലാവരും വീടുകൾ പണിതിരിക്കണം. ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. പക്ഷേ സമാധാനപരമായൊരു ജീവിതം അതൊക്കെയാണ് ഇവിടെ. പക്ഷേ എന്താ പറയുക, ഫിനാൻഷ്യലൊക്കെ അവർ ഭയങ്കര വെൽ സെറ്റിൽഡ് ആയിരിക്കും കേട്ടോ. അല്ലാതെ ഞാൻ പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട്, ചെറിയ വീടുകളായിരിക്കും, പക്ഷെ അവർ യൂസ് ചെയ്യണ വെഹിക്കിൾ, അതായത് കാറുകളായിക്കോട്ടെ ഭയങ്കര ലക്ഷറിയസ് ആയിരിക്കും, അത്രയും എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ആ കാറിൻ്റെ റേറ്റ് ഉണ്ടോ ചിലപ്പോൾ സ്ഥലത്തിന് ഉണ്ടാവുമായിരിക്കും, പക്ഷേ ആ ബിൽഡിങ്ങിന് അത്രയും റേറ്റ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. വീടുകളൊക്കെ വളരെ ചെറിയ രീതിയിലാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഞാൻ എന്താ പറയുക, പിന്നെ ഒരുപാട് ഈ ഫാം ഹൗസുകൾ പോലും ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ഭംഗിയുണ്ടോ കാണാനായിട്ട്. ഈ വീട് കണ്ടോ, പ്രത്യേകതരം ഭംഗി. അങ്ങനെ നടന്ന് ടൈറ്റാനിക് മെമ്മോറിയൽ ഗാർഡൻ്റെ മുന്നിലെത്തിയിരിക്കാണ്ടോ. കയറി നോക്കുക, ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ടോ ടൈറ്റാനിക് മെമ്മോറിയൽ ഗാർഡൻ ഈസ് സപ്പോർട്ടഡ് ബൈ സൗത്ത് ആൻഡ് ഈസ്റ്റ് കോർ കരിയർ ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് ത്രൂ ദ യൂറോപ്യൻ അഗ്രികൾച്ചർ ഫണ്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കട്ടെ ഇവിടെ എന്താ ഉള്ളതെന്നുള്ളത് കണ്ടിട്ട്. പക്ഷെ വലിയ തിരക്കൊന്നുമില്ല, പിന്നെ ഫീസൊന്നുമില്ല തോന്നുന്നു. ഇവിടെ അങ്ങനെ എൻട്രൻസ് ഫീയോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരുപാട് ഹിസ്റ്ററി ഉറങ്ങി കിടക്കേണ്ട ഒരു സ്ഥലമാണ്, പക്ഷേ ടൂറിസ്റ്റുകളൊന്നും ഒട്ടുമില്ല ഇവിടെ. വരുന്നുണ്ട് അത്യാവശ്യം. ഇതവിടെ കണ്ടില്ല ടൈറ്റാനിക് 1912. ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അതായത് 1909 ടൈറ്റാനിക് ഷിപ്പ് നിർമ്മിച്ചത്. 1912 ഈ ഇൻസിഡൻറ്റ് സംഭവിക്കണത്. മനസ്സിലാവുണ്ടോ? അതായത് ഇവിടുന്ന് ഈ ഒരു പോർട്ടിൽ നിന്ന് US പോകുമ്പോഴാണ്, അതായത് കപ്പൽ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് ഉണ്ടായൊരു ഇൻസിഡൻറ്റ്. ഇതെവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടൈറ്റാനിക് 1912. ഈ ഒരു സ്ഥലത്താണ്, അതായത് അവിടെ ഹിസ്റ്ററി എഴുതി. ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ എന്താണുള്ളത്. അത് ആ ഹിസ്റ്ററി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ സ്ഥലത്ത്, ഈ ഒരു സ്ഥലത്ത് എന്താ സംഭവിച്ചു എന്നുള്ളത് ഞാനത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഹിസ്റ്ററിയിൽ എഴുതിയിരിക്കണം എന്താ അറിയോ, 39 വയസ്സുള്ളൊരു മാർഗരറ്റ് റൈസ് എന്നൊരു സ്ത്രീ, അവരുടെ 5 മക്കളുമായിട്ട്, അവർ 4 of whom had been born in Canada. ആ 5 മക്കൾ, 4 പേര് അവരുടെ 4 മക്കളും കാനഡയിലാണ് ജനിച്ചത് 9 years earlier, അതായത് 9 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ മാർഗരറ്റ് ആൻഡ് ഹെർ ഹസ്ബൻഡ്, അതായത് മാർഗരറ്റ് ആൻഡ് അവരുടെ ഭർത്താവും വില്യമും, അവരുടെ ഭർത്താവിൻ്റെ പേരാണ് കേട്ടോ വില്യം, അവരും മോൺട്രിയലിലേക്ക് എമിഗ്രേറ്റ് ചെയ്യണതിന് മുമ്പ്
അവർ US പോകാനുള്ളൊരു പ്ലാനായിരുന്നു 1909. അതായത് ഈ ടൈറ്റാനിക് ഷിപ്പ് നിർമ്മിച്ച ശേഷം 1909 അവർ US പോകാനുള്ള ഇടയുണ്ടായി. ഇവിടെ ആ ഹിസ്റ്ററിയിൽ എഴുതിയിരിക്കണം എന്താണെന്നറിയോ? അതായത് 39 വയസ്സുള്ള മാർഗരറ്റ് റൈസ് എന്നൊരു സ്ത്രീ അവർ 5 മക്കളുമായിട്ട് US പോകാൻ വേണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുകയായിരുന്നു. അതായത് ഈ സ്ഥലത്തു നിന്നാണ് ടൈറ്റാനിക് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ആ യാത്ര അന്ന് ആ അപകടം സംഭവിക്കുന്നതിന് മുമ്പ് ഈ സ്ഥലത്തു നിന്നാണ് ടൈറ്റാനിക് ഷിപ്പ് യാത്ര ആരംഭിച്ചത്. പിന്നെ ആ 5 മക്കളെയും കൊണ്ട് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവ് ഇവിടെ തന്നെ ഈ കോബിൽ തന്നെ, അതായത് എന്താ പറയുക, ഒരു റെയിൽ റോഡ് കൺസ്ട്രക്ഷനിൽ വരയ്ക്കണ ഒരു പുള്ളിയായിരുന്നു. പക്ഷേ പുള്ളി അവിടെ വരയ്ക്കണതിൻ്റെ ഇടയിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനുശേഷം കൊല്ലപ്പെട്ട ശേഷം അവർക്ക് അതിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടി, അത്യാവശ്യം പൈസ കിട്ടി. അപ്പോൾ ആ പൈസയും കൊണ്ടാണ് ഈ 5 മക്കളെയും കൊണ്ട് അവർ US പോകാൻ പ്ലാൻ ചെയ്യണം. അപ്പോൾ ആ ഒരു ട്രാവലേഴ്സിൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആരെ കണ്ടതൊന്നും എനിക്കറിയില്ല കേട്ടോ അത്, പക്ഷേ അവർ നോട്ട് ചെയ്തിരിക്കണതാണ്. അവസാനമായിട്ട് ആ 5 മക്കളെയും ആ ഒരു സ്ത്രീയാണ് കണ്ടത്. പക്ഷേ ഈ 4 മക്കളും കാനഡയിൽ 5 മക്കളും കാനഡയിൽ ജനിച്ചവരാണ് കേട്ടോ. 9 വർഷം മുമ്പ് ഇവരുടെ ഭർത്താവുമായിട്ട് മോൺട്രിയലിലേക്ക് മാറുന്നതിന് മുമ്പാണ് ഇവർ US പോകാനായിട്ട് പ്ലാൻ ചെയ്തത് ഈ മക്കളെയും കൊണ്ട്. അപ്പോഴാണ് പുള്ളിയുടെ മരണം സംഭവിച്ച് അവരങ്ങനെ US തിരിഞ്ഞു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇവിടെ അല്ലേ അത്യാവശ്യം പഴയ പിക്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതാണ് കേട്ടോ, അതായത് ഇവിടെ കുറേ പേര് താഴേക്ക് ഇറങ്ങിപ്പോണ്ട്, ഒന്ന് പോയി നോക്കാം. ഈ സ്ഥലത്തു നിന്നാണ് പണ്ട് ഈ ടൈറ്റാനിക് ഷിപ്പ് ഇവിടെ വന്നിട്ട് ഈ യാത്രയൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്. അതിൻ്റെ ഒരു മെമ്മറിക്കായിട്ട് മാത്രമാണ് ഇതിവിടെ ജസ്റ്റ് ഒന്ന് നിർമ്മിച്ചിരിക്കണം. പക്ഷേ പോർട്ട് അപ്പുറത്തുണ്ട്, ശരിക്കുള്ള കോബിൻ്റെ പോർട്ട് അപ്പുറത്താണ്. പക്ഷേ ഈ ടൈറ്റാനിക് ഷിപ്പ് അന്ന് യാത്ര തുടക്കം കുറിക്കുന്ന ഈ ഒരു സ്ഥലത്തു നിന്നാണ്. ഇവിടെയാണ് അന്ന് 1912 കാലഘട്ടത്തിൽ ആ ഷിപ്പ് വന്ന് നിന്നത്. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ സംഭവം ഈ ചെറിയൊരു രീതിയിൽ ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലോട്ട് ഡെവലപ്പ് ചെയ്ത് ചെയ്യേണ്ടതായിരുന്നു ഈ പാർക്ക്. പക്ഷേ ഇവരിവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു പഴയൊരു എന്താ പറയുക കൺസ്ട്രക്ഷൻ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാം ഇവർ ചെയ്തിരിക്കുന്നത്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോട്ടെ ഈ പാർക്കിൽ നിന്ന്. ഇനി മറ്റുള്ള കാഴ്ചകൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഞാൻ പക്ഷേ ടൈറ്റാനിക് മെമ്മോറിയൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ച്. അത് ആ പഴയ ചരിത്രം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ചെയ്തിട്ടൊന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ഡെവലപ്മെൻ്റ് ഒന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്കും തോന്നുന്നു. ഇത് ഇങ്ങനെ തന്നെ നിലനിർത്തുന്നതല്ലേ നല്ലത്. ഈ കൺസ്ട്രക്ഷൻ ഈ ബിൽഡിങ് കാര്യങ്ങളെല്ലാം ബിൽഡിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു എന്താ പറയുക ഒരു ബോർഡറുള്ള കെട്ടുകൾ മാത്രമാണ് ഇവിടെയൊക്കെ. ഇവിടെ കണ്ടില്ലേ ചെറിയൊരു ബിൽഡിങ് മാത്രമാണ് ഉള്ളത്. അവിടെ പഴയ ആ ഒരു ഓർമ്മയായിട്ടിരിക്കുമല്ലേ ചെയ്ത് പോർട്ട് ഓപ്പറേഷൻസ് സ്റ്റേഷ്യോ ഈ വഴിയരികിൽ കണ്ടോ ഇതെല്ലാം വീടുകളുണ്ടോ. ഇവിടെ ഒന്നും അധികം ആളുകളില്ല. ഇവിടെ അങ്ങനെ എന്താ പറയുക കാണാനായിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും ഇല്ലെങ്കിലും അതായത് ആ ഒരു ഹിസ്റ്ററി ഇവിടെ ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അത്രയും വളരെ ഒരു പ്രാധാന്യം. അല്ലാതെ ഇവിടുത്തെ കാഴ്ചകളോ അങ്ങനെ ഒന്നും ഇല്ല. ആകെയുള്ളത് ആ ഉറങ്ങിക്കിടക്കണ ഓർമ്മകൾ മാത്രമാണ് ഈ ഒരു സ്ഥലത്ത്. പിന്നെ ഇവിടെയൊക്കെ കാഴ്ചകൾ നമുക്ക് എന്താണോ ഉള്ളത് ഈ വീടുകളും കാര്യങ്ങളൊക്കെ അതൊരു പക്ഷേ അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട് എല്ലാം കാണുന്ന. കാരണം അത്രയും ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് പൊതുവെ ടൂറിസ്റ്റുകൾ വരും. അപ്പോൾ അതൊന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇവർ ഉള്ളതിനെ നല്ല രീതിയിൽ ഭംഗിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അത്രയും നീറ്റായിട്ടും ക്ലീൻഡായിട്ടും അങ്ങനെ വളരെ എന്താ പറയുക ശാന്തതയാണ് ഈ സ്ഥലത്ത്. അല്ലാതെ എന്താ പറയുക അങ്ങനെ റഷായിട്ടുള്ള ഒരു ഏരിയയോ അങ്ങനെ വലിയ സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഒരു വാക്കിനൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക സൈലൻ്റായിട്ട് ഇങ്ങനെ പോവുക, ആരുടെയും ശല്യമില്ലാതെ. വളരെ ഡിസിപ്ലിൻഡായിട്ടുള്ള ലൈഫാണ് ഇവിടെയൊക്കെ. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി എന്താ പറയുക ഒതുങ്ങിയൊരു രീതിയിലാണ് അവിടുത്തെ ജീവിതങ്ങളൊക്കെ. പക്ഷെ നാട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ് കാര്യങ്ങൾ, വളരെ വ്യത്യാസമുണ്ട് ഇവിടത്തേക്ക് വെച്ച് നോക്കും. പക്ഷെ ഇവിടെ ഒന്നും പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അയൽവക്കത്ത് പോലും ആരും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇവിടെ കണ്ടോ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡൊക്കെ കണ്ടോ ഉള്ളത് അവർ അതിമനോഹരമാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ.
ഇനി ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് ഈ സൈഡൊക്കെ ഉള്ളത്. ഒരു ഫാർമസി, ഗിഫ്റ്റ് ഷോപ്പ് കാര്യങ്ങൾ. പിന്നെ ചെറിയ ചെറിയ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ കാണില്ല ഒരു ബേക്കറികൾ, അതുപോലെ ചെറിയ ചെറിയ അത്യാവശ്യം ഫ്രഷ് ആവാനുള്ള ചെറിയ കഫേസ് കാര്യങ്ങളൊക്കെ ഈ സൈഡുള്ളത് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ കണ്ടില്ലേ, നടന്ന് ഇവിടെ ഈ ചർച്ചിൻ്റെ സൈഡ് തിരിച്ചെത്തി. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ അട്രാക്ഷൻ കൂടെ ആയതുകൊണ്ട് അവിടെ അത്യാവശ്യം ആളുകളൊക്കെ വന്നതുകൊണ്ട്. ഇവിടെ ലൈബ്രറി ഉണ്ട്, ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ അധികം ടൂറിസ്റ്റുകൾ കയറുന്നില്ല, പക്ഷെ എന്നാലും നമുക്കൊന്ന് ആ ഭാഗത്തേക്ക് ഒന്ന് കയറുന്നു.